അപ്പോൾ എല്ലാവരും വന്നേ അമ്മ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി കാണുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഉണ്ടാക്കി കാണില്ല എന്ന്. പിന്നെ ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറ് കെട്ടാനും പിന്നെ വ്രതമൊക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു എന്താ പറയുക ടേസ്റ്റി ഫുഡാണ് കേട്ടോ. കണ്ടോ, കുഞ്ഞ് വെണ്ടയ്ക്ക് നല്ല പിഞ്ചും ചെറിയ നീളം കുറവും നോക്കി എടുക്കുക. നീളം ഉണ്ടെങ്കിൽ മുറിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ളത് തന്നെ എടുക്കുക. ഇങ്ങനെയുള്ളത് എടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ കീറി എല്ലാം വയ്ക്കുക. എല്ലാം വച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടമെന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്, അത്യാവശ്യം എരി അനുസരിച്ച് മുളക് പൊടി ഇടുക, ലേശം മഞ്ഞൾപ്പൊടി, ലേശം മല്ലിപ്പൊടി. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലേശം വെള്ളം തളിച്ച് ഇത് പൊടി കുഴക്കേണ്ടി വരും. നമുക്ക് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് പൊടി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് വേണം കേട്ടോ. നിങ്ങളുടെ എരിയുടെ അതനുസരിച്ച് എടുക്കണം. എനിക്കിവിടെ കുഞ്ഞിനും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടാറുള്ളൂ. ഉപ്പും മുളകും എരിയും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇതിലോട്ട് നല്ലോണം പിടിച്ച് കയറ്റിയിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി ഇതിനോട്ടും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിനകത്ത് ഉപ്പ് പിടിക്കില്ല. കുറച്ചും തൊട്ട് വെച്ചാൽ മതി, ബാക്കി അങ്ങ് ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ലേഡീസ് ഫിംഗർ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് കുഴയ്ക്കുന്ന എന്തിനാണെന്ന് പറയുമെങ്കിൽ നമുക്ക് നല്ലോണം കുഴയ്ക്കാൻ പറ്റുള്ളൂ. ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ബാക്കി സെറ്റിങ് ചെയ്യണം. യൂട്യൂബിൻ്റെ കാശൊക്കെ കിട്ടിയിട്ട് വേണം എനിക്ക് ഒരു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഒരാളെ വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കായി. അടുത്തതാണ് നമ്മൾ ദോശക്കല്ല്. ഇതിലേക്കായിട്ട് ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ഇത് കത്തിരിക്ക, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇങ്ങനെ ഇതുപോലെ പൊരിച്ചെടുക്കണം. അതുകൊണ്ടുകൂടെ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ എണ്ണയിലേക്ക് നമ്മളിനി ഇതിനെ ഓരോന്നിനായിട്ട് ഇങ്ങനെ പറക്കി വെച്ച് കൊടുക്കണം കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇത്രയുമായി നമുക്കിന്ന് ഇവിടെ കുഞ്ഞുങ്ങളൊന്നുമില്ല. അവൻ ചിലപ്പോൾ വൈകിട്ടെത്തും. അപ്പതാ കണ്ടോ, ഇനി ഒരു സൈഡ് നോക്കട്ടെ. അപ്പോൾ കണ്ടോ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ. ഇത് വളരെ നല്ലതാണ്.